നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ശങ്കുലി ഉയർന്നു കഴിഞ്ഞു. ഇനി കേരളത്തിൽ തിരഞ്ഞെടുപ്പിന്റെ ഒരു കാറ്റാണ്. ഇനി സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയും നിയമസഭാ സീറ്റിന് വേണ്ടിയും രാഷ്ട്രീയ പാർട്ടികൾ മറ്റ് പാർട്ടിയിലേക്ക് മറുകണ്ഠം ചാടുന്നതും ഉൾപ്പെടെ ഇനി നടക്കാൻ പോവുകയാണ്. ഇവിടെ ഇപ്പോൾ UDFന് തലവേദനയായി കെ സുധാകരൻ നിൽക്കുകയാണ്. കാരണം സുധാകരനെ രാഹുൽ ഗാന്ധി പറഞ്ഞ് പറ്റിച്ചിരിക്കുന്നു. അതായത് KPCC സ്ഥാനം ഇപ്പോൾ ഒഴിഞ്ഞ് സണ്ണി ജോസഫിന് കൊടുത്താൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ ഞാൻ ഒരു സീറ്റ് തരാം എന്നാണ് രാഹുൽ ഗാന്ധി കെ സുധാകരനോട് പറഞ്ഞത്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സീറ്റിന്റെ നിർണയമൊക്കെ എത്തിയ സമയത്ത് കെ സുധാകരനെ നൈസായിട്ട് കളഞ്ഞിരിക്കുകയാണ്. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, സുധാകരന് 82 വയസ്സായി. കൂടാതെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സുധാകരൻ ഇപ്പോൾ ഒരു MP ആണ്. അതുകൊണ്ട് MP-മാരൊന്നും ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്നാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. കോൺഗ്രസിന്റെ സ്വഭാവം നമുക്കറിയാം. പിന്നിൽ നിന്നും കുത്തുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നത്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കോൺഗ്രസിലെ നേതാക്കളടക്കം വലിയ ധീരതയോടുകൂടിയും ആത്മാഭിമാനത്തോടു കൂടിയും ആദരണീയത്തോടു കൂടിയും കാണുന്ന കരുണാകരന്റെ മക്കൾക്ക് പോലും കോൺഗ്രസിൽ ഒരു വിലയില്ല. ചുരുക്കം പറഞ്ഞാൽ കോൺഗ്രസിലെ നേതാക്കൾക്ക് ഒരു പട്ടിയുടെ വിലയാണ് ഹൈക്കമാൻഡ് നൽകുന്നത് എന്ന് സാരം. രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഒക്കെ കാല് പിടിച്ച് ഒരു വാലാട്ടിപ്പട്ടിയെ പോലെ നടന്നാൽ എന്തെങ്കിലുമൊക്കെ സീറ്റ് കിട്ടും, എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു പദവി കിട്ടും എന്നതാണ് വസ്തുത. അതുകൊണ്ടാണ് ആത്മാഭിമാനം അടിയറവ് വയ്ക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്നും രാജിക്കത്തെഴുതി രാഹുൽ ഗാന്ധിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് BJP-യിലേക്ക് പോയത്. ഇവിടെ കോൺഗ്രസിലാണെങ്കിലോ ഒരു എല്ല് കഷ്ണത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ചേട്ടനായ മുരളീധരൻ. ചേട്ടനെ കൊണ്ട് സഹിക്കാൻ പൊറുതിയില്ലാതെ എവിടെയെങ്കിലുമൊക്കെ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ വട്ടൂർക്കാവിലോ എവിടെയെങ്കിലുമൊക്കെ മത്സരിപ്പിക്കാമെന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഒരു കാരണവശാലും മുരളീധരനെ നിയമസഭയുടെ പടി ചവിട്ടിക്കില്ല എന്ന് ശബ്ദം ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കൾ. നിലവിലിപ്പോൾ പത്മജ വേണുഗോപാൽ സുധാകരനെ വിളിച്ചിരിക്കുകയാണ്. BJP-യിലേക്ക് വന്നാൽ കണ്ണൂരിൽ സീറ്റ് നൽകാം എന്ന ഒരു വാഗ്ദാനം പത്മജ വേണുഗോപാൽ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. നിലവിലിപ്പോൾ പത്മജ വേണുഗോപാൽ BJP അംഗത്വം എടുത്തിട്ടുണ്ട്. കൂടാതെ തൃശ്ശൂരിൽ മത്സരിക്കുകയാണ്. പത്മജ വേണുഗോപാൽ നിലവിൽ സുധാകരനുമായി സംസാരിച്ചു. കൂടാതെ സുധാകരൻ ഇപ്പോൾ കടുത്ത നിലപാടാണ് എടുത്തിരിക്കുന്നത്. കണ്ണൂരിൽ സീറ്റ് നൽകാമെന്ന് തനിക്ക് നേരത്തെ ഹൈക്കമാൻഡ് ഉറപ്പ് തന്നിട്ടുണ്ട്. അതിൽ നിന്നും പിന്നോട്ടില്ല. സീറ്റ് കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസ് വിട്ട് BJP-യുമായി സഹകരിക്കാനാണ് സുധാകരന്റെ ഇപ്പോഴത്തെ തീരുമാനം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സുധാകരനുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും അനുകൂലമായ ഒരു നിലപാടും ഉണ്ടായിട്ടില്ല. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ സ്ഥാനാർത്ഥിയാക്കാമെന്ന് രാഹുൽ ഗാന്ധി ഉറപ്പ് നൽകിയതിന്റെ പേരിലാണ് ഇപ്പോൾ സുധാകരൻ വാശി വിടാതെ നിൽക്കുന്നത്. സംസ്ഥാനത്തെ രാഷ്ട്രീയ സ്ഥിതി മനസ്സിലാക്കി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് സുധാകരനോട് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു. പക്ഷേ സുധാകരൻ അമ്പുവിലിനും അടുക്കുന്നില്ല. സുധാകരന് സീറ്റ് കൊടുത്താൽ മറ്റു ചില MP-മാരും സീറ്റ് വേണമെന്ന് ആവശ്യപ്പെടുന്നു. MP-മാർ ഒന്നടക്കം നിയമസഭയിലേക്ക് മത്സരിച്ചാൽ അത് വോട്ടർമാർക്കിടയിൽ പ്രതികൂലമായ ഒരു വികാരമുണ്ടാക്കും. ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സുധാകരനെ അന്വയിപ്പിക്കാൻ ഹൈക്കമാൻഡ് ശ്രമിക്കുന്നുവെങ്കിലും വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സുധാകരൻ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്.